നമ്മുടെ നാട്ടിൽ ഇനിയും ബാബരി മസ്ജിദുകൾ ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. SIR-ന് നമ്മൾ നൽകുന്ന പ്രാധാന്യത്തിന്റെ 100-ൽ 1 എന്തുകൊണ്ടാണ് വഖഫ് രജിസ്ട്രേഷന് നൽകാത്തത്? ഇന്ത്യയിൽ പുതിയ നിയമം വന്നത് നമ്മളിൽ പലരും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഉമീദ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പുതിയ ആക്ട് അനുസരിച്ച് അതിന്റെ സെക്ഷൻ 3B പറയുന്നത്, ഈ ആക്ട് നിലവിൽ വന്നതിന്റെ 6 മാസത്തിനകം നിലവിൽ വഖഫ് രജിസ്റ്റർ ചെയ്തതടക്കമുള്ള മുഴുവൻ പ്രോപ്പർട്ടികളും ഈ ഉമ്മീദിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ്. അതനുസരിച്ച് ഡിസംബർ 5 അർദ്ധരാത്രിയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാനത്തെ സമയം. നിർഭാഗ്യവശാൽ നമ്മുടെ വഖഫ് സ്വത്തുക്കളിൽ 90% പ്രോപ്പർട്ടികളും ഇന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ വഖഫ് പ്രോപ്പർട്ടികൾ അത് തർക്കഭൂമിയായി മാറുന്നു എന്നുള്ളതാണ്. തർക്കഭൂമിയായി മാറുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ട്. അതിനു പുറമെ തർക്കഭൂമിയായി പരിഗണിക്കപ്പെടുന്ന ഒരു വഖഫ് പ്രോപ്പർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ലീഗൽ റൈറ്റും കോടതി മുമ്പാകെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്ന സത്യം കൂടി മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, ഈ ആക്ടിന്റെ തന്നെ സെക്ഷൻ 61 അനുസരിച്ച് ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകാത്തതോ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതോ ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടിയുടെ മുതവല്ലിയെ സംബന്ധിച്ചിടത്തോളം 6 മാസം വരെ തടവും 20,000 മുതൽ 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് പുതിയ ആക്ട് ഇതിനെ പരിഗണിക്കുന്നത്. സോ ഇതിന്റെ ഭവിഷ്യത്തുകൾ കൃത്യമായി മനസ്സിലാക്കി വഖഫ് രജിസ്ട്രേഷന് ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഡിസംബർ 5 അർദ്ധരാത്രിയാണ് അവസാന സമയം എന്ന് പറയുന്നത്. സോ വളരെയധികം ഗൗരവത്തിലെടുത്ത് ഈ കാര്യം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു.